ആ അത് ചോദിക്കാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നു. അമ്മയിൽ അരങ്ങേറിയ നാടകീയ രാജിക്കും ഭരണസമിതിയുടെ പിരിച്ചുവിടലിനും പിന്നിൽ ലാലേട്ടന്റെ കർശന നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സംഘടനയെ മുന്നോട്ട് നയിക്കാൻ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിന് കഴിയില്ല എന്ന് മോഹൻലാൽ തന്നെ തിരിച്ചറിഞ്ഞതോടെയാണ് കാര്യങ്ങൾ വേഗത്തിലായത്. തന്റെ നിലപാട് അപ്പോൾ തന്നെ ലാലേട്ടൻ മമ്മൂക്കയെയും ധരിപ്പിച്ചു. ലാലിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി. ഇതോടെയാണ് പ്രശ്നപരിഹാരത്തിന് ഫോർമുലയായത്. അൻസിബ വിഷയത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിട്ടതിൽ മോഹൻലാലിന് കടുത്ത അമർഷമുണ്ട്. മാത്രമല്ല, ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വൈകാരിക തീരുമാനങ്ങൾ കാരണം സംഘടനയെ പൊതുസമൂഹത്തിന് മുന്നിൽ നാണക്കേടിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ലാലേട്ടനും മമ്മൂക്കയുമെല്ലാം ഇടപെട്ടത്. ഉടനടി നടപടി സ്വീകരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഇനി അമ്മയ്ക്ക് വേണ്ടത് ശക്തമായ നേതൃത്വമാണ്. അതിന് താല്പര്യമില്ലെന്ന് മമ്മൂട്ടിയും ഇനി ചുമക്കാനാവില്ലെന്ന് മോഹൻലാലും പറഞ്ഞ സാഹചര്യത്തിലാണ് ഇനിയാര് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മൂന്നാമനായി ഒരൊറ്റ പേരെ എല്ലാവർക്കും പറയാനുള്ളൂ. അത് ദിലീപാണ്. കുറ്റാരോപിതരെ മാറ്റി നിർത്തിയ സാഹചര്യത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിനെ തന്നെ അമ്മയ്ക്ക് മുഖമാകാൻ കൊണ്ടുവരണമെന്നാണ് നല്ലൊരു വിഭാഗം അംഗങ്ങളും വാദിക്കുന്നത്. കോടതി കുറ്റക്കാരനല്ല എന്ന് വിധിച്ച സാഹചര്യത്തിൽ ദിലീപിന് അമ്മയിലേക്ക് വരാൻ ഇനി പ്രായോഗിക കടമ്പകൾ അധികമില്ല. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അടക്കമുള്ളവർ ദിലീപിന് വലിയ പിന്തുണ നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദിലീപ് അമ്മയുടെ പ്രസിഡന്റ് ആകണമെന്നാണ് ഇവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു കുഴഞ്ഞ മട്ടിലായിരുന്നു മമ്മൂക്കയുടെ പ്രതികരണം. വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ, അതൊക്കെ ശരിയായിക്കോളുമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. നടക്കട്ടെ, തീരുമാനം ആവിക്കോളൂ, കുഴപ്പമില്ല.